Hello everyone, welcome to Grow Malayalam and this is Shayaz Rafia Moideen. നിങ്ങളുടെ ക്യാപിറ്റൽ കുറഞ്ഞ് ഇല്ലാതാകുന്നത് കണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണോ നിങ്ങൾ? പ്രീവിയസ് നോളേജ് ഒന്നുമില്ലാതെ മറ്റുള്ളവരുടെ റെക്കമെൻഡേഷൻ കേട്ടുകൊണ്ട് മാത്രം സ്റ്റോക്കുകൾ വാങ്ങുന്ന ഒരാളാണോ നിങ്ങൾ? നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ഓവർ ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ച് വറി ചെയ്യുന്ന ആളാണോ നിങ്ങൾ? എന്നാൽ ഡോണ്ട് വറി ഗൈസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ 2-3 വർഷമായി ഇൻവെസ്റ്റിംഗ് ചെയ്തു തുടങ്ങിയ ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തെക്കുറിച്ചാണ്. പുതിയ ഇൻവെസ്റ്റേഴ്സിന് വരാറുള്ള 7 മിസ്റ്റേക്കുകളും അവ എങ്ങനെ പരിഹരിക്കാമെന്നുമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. തുടങ്ങുന്നതിന് മുൻപ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ ഓരോ ആഴ്ചയും ഈ ചാനലിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന പേഴ്സണൽ ഫിനാൻസിനെ കുറിച്ചുള്ള ക്വാളിറ്റിയുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്താൽ അതെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. അപ്പോൾ തുടങ്ങാം. 2021 സെപ്റ്റംബറിന്റെ അവസാനത്തോടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെപ്പോസിറ്ററികളായ CDSL, NSDL എന്നിവകളിൽ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം 70.2 മില്യണിലേക്ക് കടന്നു. 25 ഒക്ടോബറിൽ യുണീക്ക് ഇൻവെസ്റ്റർ കൗണ്ട് പോലും 50 മില്യൺ ക്രോസ് ചെയ്തു. ഈ വർഷം മാത്രം ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം 40% ആണ് ഉയർന്നത്. 20.4 മില്യന്റെ വളർച്ച. ഇതിൽ കുറെ അധികവും ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റേഴ്സ് ആണ്. ഇൻവെസ്റ്റർ അക്കൗണ്ടിൽ ഉണ്ടായ പെട്ടെന്നുള്ള ഈ കുതിച്ചുചാട്ടത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് സ്റ്റോക്ക് മാർക്കറ്റിലെ ബുയാൻസിയും അഥവാ ഓഹരി വിപണിയിലെ ഉന്മേഷവും, പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമായി മാറി എന്നതും COVID-19 പാൻഡമിക്കിനെ തുടർന്നുണ്ടായ റിമോട്ട് വർക്കിംഗ് മോഡിലേക്കുള്ള മാറ്റവും ഒക്കെയാണ്. ഇതൊക്കെ തന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ മനസ്സിൽ ഒരു സെൻസ് ഓഫ് കോംപ്ലിക്കൻസി അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗിൽ ഒരു ആത്മസംതൃപ്തി നിലനിർത്തുന്നതിലേക്ക് നയിക്കുകയുണ്ടായി, പ്രത്യേകിച്ചും പുതിയ ഇൻവെസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ. അപ്പോൾ ഇവർക്ക് സംഭവിച്ചേക്കാവുന്ന 7 മിസ്റ്റേക്കുകളും അവ എങ്ങനെ ഒഴിവാക്കാമെന്നും നമുക്ക് നോക്കാം. മിസ്റ്റേക്ക് നമ്പർ 1, റൈസിംഗ് സ്റ്റോക്കുകൾ വാങ്ങുക, ഫോളിംഗ് സ്റ്റോക്കുകൾ വിൽക്കുക. മാർക്കറ്റിൽ ജോയിൻ ചെയ്യുന്ന കൃത്യമായ ഐഡിയ ഇല്ലാത്ത മിക്ക നിക്ഷേപകരും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിംഗ് ഭയങ്കര ഈസി ആണെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല സംഭവം. വില കൂടുന്ന സ്റ്റോക്കുകൾ വാങ്ങുകയും താഴേക്ക് പോകുന്നവ വിൽക്കുകയും ചെയ്യുന്ന പരിപാടി വണ്ടർഫുൾ സ്ട്രാറ്റജിയായി തോന്നാം തിയറിറ്റിക്കലി. പക്ഷെ പ്രാക്ടിക്കലി അത് ആ രീതിയിൽ വർക്ക് ആകില്ല. ഓരോ ബിസിനസ്സും അതിന്റെ ഉയർച്ച താഴ്ചകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റോക്കിനെ കുറിച്ചുള്ള മാർക്കറ്റിന്റെ വ്യൂ ഓരോ സമയത്തും ഓരോ പോലെ ആയിരിക്കും. വാല്യൂ ഇൻവെസ്റ്റിംഗിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ബെഞ്ചമിൻ ഗ്രഹാം പറയുന്നത് ഇങ്ങനെയാണ്: ഷോർട്ട് റണ്ണിൽ നോക്കിയാൽ മാർക്കറ്റ് ഒരു വോട്ടിംഗ് മെഷീനാണ്, പക്ഷേ ലോങ് റണ്ണിൽ അതൊരു വെയിങ് മെഷീനാണ്, തൂക്കം നോക്കുന്ന യന്ത്രം. അതുകൊണ്ട് വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ നിങ്ങൾ മാർക്കറ്റിലെ സ്റ്റോക്കുകളുടെ ചാഞ്ചാട്ടം സഹിക്കണം. വോളറ്റിലിറ്റി, പ്രൈസിലെ ഈ വോളറ്റിലിറ്റിയിലേക്ക് നോക്കുന്നതിന് മുൻപ് കമ്പനിയുടെ ബിസിനസ്സും സാധ്യതകളും മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. മിസ്റ്റേക്ക് നമ്പർ 2, ഡൈവേഴ്സിഫൈ ചെയ്യാതിരിക്കൽ. പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമുണ്ട്: കോൺസെൻട്രേഷൻ വെൽത്ത് ബിൽഡ് ചെയ്യും, ഡൈവേഴ്സിഫിക്കേഷൻ വെൽത്തിനെ പ്രിസർവ് ചെയ്യുമെന്ന്. പക്ഷേ ഇതൊരു പരിധിക്കപ്പുറം പോയാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. കോൺസെൻട്രേറ്റഡ് ബെറ്റുകൾക്ക് അവയുടേതായ അഡ്വാൻറ്റേജസ് ഉണ്ട് എന്നത് ശരി തന്നെയാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് നല്ല ബോധ്യവും ഉണ്ടെങ്കിൽ മാത്രം. പക്ഷെ നമ്മളിപ്പോൾ പറയുന്നത് ന്യൂ ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചാണല്ലോ. മികച്ച ഇൻവെസ്റ്റിംഗ് ഡിസിഷൻസ് എടുക്കാൻ മാത്രമുള്ള ഇൻവെസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആ കുറച്ച് സമയം കൊണ്ട് ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാവണമെന്നില്ല. ഒരു ഇൻവെസ്റ്റ്മെന്റ് കോളിൽ തെറ്റു വരുത്തിയാലും സർവൈവ് ചെയ്യാനുള്ള സ്പേസ് ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് നൽകുന്നു. റൈസിംഗ് ടൈഡ്സ് ലിഫ്റ്റ് ഓൾ ബോട്ട്സ് എന്നാണല്ലോ. എന്നിരുന്നാലും നമുക്കറിയാം ഇൻവെസ്റ്റിംഗ് ഫീൽഡ് വളരെ സൈക്ലിക്കലായ ഒന്നാണ്. കാര്യങ്ങൾ കറങ്ങി തിരിഞ്ഞു വരാം. അതുകൊണ്ട് പ്രോഫിറ്റിനെ പോലെ തന്നെ പ്രധാനമാണ് പ്രൊട്ടക്ഷനും. മിസ്റ്റേക്ക് നമ്പർ 3, കുറഞ്ഞ PE റേഷ്യോ അല്ലെങ്കിൽ ഉയർന്ന ഡിവിഡൻഡ് ഈൽഡ് പോലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് അടിസ്ഥാനമാക്കി മാത്രം സ്റ്റോക്കുകൾ വാങ്ങൽ. ലോ PE റേഷ്യോവും ഹൈ ഡിവിഡൻഡ് ഈൽഡും ഇൻവെസ്റ്റിംഗിന്റെ ആദ്യ കാലങ്ങളിൽ ഒരു മാരക കോമ്പിനേഷൻ തന്നെയായിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റും അതിലെ പാർട്ടിസിപ്പൻസും മെച്ചുറായി വന്നപ്പോൾ ഈ മെത്തേഡിന് അതിന്റെ ആ ഗുമ്മ് നഷ്ടപ്പെട്ടു. എന്ന് വെച്ച് എല്ലാ ലോ PE റേഷ്യോ ഓർ ഹൈ ഡിവിഡൻഡ് ഈൽഡ് സ്റ്റോക്കുകളും ഇഗ്നോർ ചെയ്യണമെന്നല്ല. പക്ഷേ അതേസമയം ഈ 2 ക്രൈറ്റീരിയകൾ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാവരുത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്. കാരണം മിക്ക കേസുകളിലും ഒരു സ്റ്റോക്ക് ലോ PE റേഷ്യോയിലോ അല്ലെങ്കിൽ ഹൈ ഡിവിഡൻഡ് ഈൽഡിലോ ട്രേഡ് ചെയ്യപ്പെടുന്നതിന് വ്യക്തമായ സോളിഡ് റീസൺസ് ഉണ്ടാകാറുണ്ട് എന്നതുകൊണ്ട് ഈ 2 ക്രൈറ്റീരിയകൾ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാവരുത് നമ്മുടെ ഇൻവെസ്റ്റിംഗ്. ലോ PE റേഷ്യോ ഓർ എ ഹൈ ഡിവിഡൻഡ് ഈൽഡ് സ്റ്റോക്കിനെ സമീപിക്കാനുള്ള ഒരു ബെറ്റർ വേ എന്ന് പറയുന്നത് അണ്ടർ വാല്യുവേഷൻ ഇല്ലാതാക്കാനുള്ള ട്രിഗേഴ്സ് എന്തൊക്കെയാണെന്നും അത് സംഭവിക്കാനുള്ള സാധ്യത എത്രയാണെന്നും നോക്കുന്നതായിരിക്കും. മിസ്റ്റേക്ക് നമ്പർ 4, ടെക് സ്റ്റോക്കുകൾ മാത്രം വാങ്ങുന്ന പരിപാടി. ഒരു പ്രത്യേക മേഖലയോട് ഒരു പ്രത്യേക ഇഷ്ടം ആളുകൾക്ക് പൊതുവെ ഉണ്ടാകാറുണ്ട് എന്ന് എല്ലാ മുൻകാല ബുൾ മാർക്കറ്റുകളും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. 1998 to 2000
IT-യോടായിരുന്നു അത്. 2003 to 2007 റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഇൻഫ്രയോടായിരുന്നു ആ താല്പര്യം. 2008 to 2018 FMCG അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി ബിസിനസ്സുകളോടായിരുന്നു ഈ താല്പര്യം. ഇങ്ങനെ പോകുന്നത്. ഒരു സെക്ടർ എന്ന നിലയിൽ കൺസിഡർ ചെയ്യുമ്പോൾ IT-ക്ക് ലോങ് ടേമിൽ ഒരുപാട് ടെയിൽ വിൻസ് അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ട് എന്നതൊരു ഫാക്ട് തന്നെയാണ്. എന്നാലും കയ്യിലുള്ള എല്ലാ മുട്ടകളും ഒരു കൊട്ടയിൽ തന്നെ ഇടുന്നത് നല്ലതല്ലല്ലോ. കൊട്ടയുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് അതൊരു പ്രശ്നമാവാതിരിക്കൂ. അല്ലെങ്കിൽ ആ ഓളം അങ്ങ് തീർന്നാൽ രക്ഷപ്പെടാനുള്ള വഴികളില്ലാത്ത ഓട്ട വീണ പോർട്ട്ഫോളിയോ മാത്രമായിരിക്കും നമ്മുടെ കയ്യിൽ ബാക്കി. വേറെ ഒരു ഓപ്ഷനും ഉണ്ടാവില്ല. മിസ്റ്റേക്ക് നമ്പർ 5, സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ടിപ്പുകൾ അടിസ്ഥാനമാക്കിയുള്ള ഇൻവെസ്റ്റിംഗ്. ഇൻവെസ്റ്റേഴ്സ് മനുഷ്യന്മാരാണല്ലോ, മനുഷ്യർ സാമൂഹ്യ ജീവികളുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും നമുക്ക് സോഷ്യൽ പ്രൂഫ് ആവശ്യമാണ്. പക്ഷേ ഇൻവെസ്റ്റിംഗ് ഫീൽഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ പ്രത്യേക സ്വഭാവം നമുക്ക് പണിയാവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 5 വർഷമായി നിരവധി മീഡിയയിൽ സ്റ്റോക്കുകളെ കുറിച്ച് ഓപ്പണായി ആളുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ന്യൂ ഇൻവെസ്റ്റേഴ്സ് സ്വാഭാവികമായും ഈ ടിപ്പുകളിൽ വേഗം ആകർഷിക്കപ്പെടും. ട്വിറ്റർ, ഇൻസ്റ്റ അല്ലെങ്കിൽ യൂട്യൂബ് എന്നിവയിൽ ഒരാളെ ഫോളോ ചെയ്യുകയും അവരുടെ ഐഡിയകളെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും ചെയ്യുന്നവർ മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 1990s തങ്ങളുടെ ബ്രോക്കർമാരെ കണ്ണുമടച്ച് വിശ്വസിച്ച് ഇൻവെസ്റ്റിംഗ് നടത്തിയിരുന്നവരും ഇവരും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നതാണ്. നമ്മൾ എഡ്യൂക്കേറ്റഡും മോഡേണും ഒക്കെയാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ വാസ്തവത്തിൽ വി ആർ സ്റ്റിൽ ദ സെയിം എന്ന് പറയേണ്ടി വരും. മിസ്റ്റേക്ക് നമ്പർ 6, ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെന്റും ഒന്നാണെന്നുള്ള വിചാരം. ഒരു റോറിംഗ് ബുൾ മാർക്കറ്റിൽ മിക്ക സ്റ്റോക്കുകളും ഉയർച്ച കൈവരിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അപ്പോൾ ലാഭം കിട്ടുന്ന ബുക്കിംഗ്സ് നടത്താനും അതിൽ നിന്നുള്ള വരുമാനം മറ്റൊന്നിലേക്ക് തിരിക്കാനും ഇങ്ങനെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാനും ഇൻവെസ്റ്റേഴ്സിന് ഭയങ്കര ടെംപ്റ്റേഷൻ ഉണ്ടാകും. സ്റ്റോക്കുകൾ താഴേക്ക് വീഴാൻ തുടങ്ങുന്നത് വരെ ഇത് മികച്ച ഒരു ഏർപ്പാടായി തോന്നും. മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് ട്രേഡിംഗ് അല്ല, മറിച്ച് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടുള്ള ഇൻവെസ്റ്റിംഗ് ആണ് എന്ന് നമ്മൾ നമ്മളെ തന്നെ വിശ്വസിപ്പിച്ച് പറ്റിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്നാൽ അവസാനം മാർക്കറ്റ് തകരുമ്പോൾ ഇതെല്ലാം നമുക്ക് പണിയാകും. ഇവിടെ ഒരു ബെറ്റർ അപ്രോച്ച് എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിന് സമയമെടുത്ത് ഏതാനും ചില ബിസിനസ്സുകളിൽ നല്ല ബോധ്യമുണ്ടാക്കി ആ ബിസിനസിന്റെ ഉയർച്ച താഴ്ചകളിലും ഹോൾഡ് ഓൺ ചെയ്ത് ദീർഘകാലം പിടിച്ചു നിൽക്കുക എന്നതാണ്. അതാണ് ഇൻവെസ്റ്റിംഗ്. മിസ്റ്റേക്ക് നമ്പർ 7, കടം വാങ്ങിയ പണം ഉപയോഗിച്ച് ഇൻവെസ്റ്റിംഗ് ചെയ്യൽ. ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ക്ഷമയുടെയും ധൈര്യത്തിന്റെയും ഒരു കളിയാണ്. കടം തരുന്ന ആളുകൾക്ക് അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കാനുള്ള മനസ്സ് ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ അത് വെച്ച് എങ്ങനെയാണ് ക്ഷമയോടെ ചെയ്യേണ്ട ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാൻ പറ്റുക? നമ്മൾ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാക്കുന്നത് എന്നൊന്നും കടം തരുന്ന ആൾക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. അയാൾക്ക് അയാളുടെ പണം കൃത്യസമയത്ത് കിട്ടുക എന്നത് മാത്രമാണ് അയാളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ കാര്യം. ഇതിനേക്കാൾ വലിയ പ്രശ്നമാണ് നമ്മുടെ ഷെയറുകൾ പണയപ്പെടുത്തിക്കൊണ്ട് കടം വാങ്ങുന്ന പരിപാടി. മാർക്കറ്റ് താഴെ പോകുമ്പോൾ മാർജിൻ കോൾ മീറ്റ് ചെയ്യാനായി നമ്മുടെ ബ്രോക്കർ നമുക്ക് വേണ്ടി കാത്തിരിക്കാൻ പോകുന്നില്ല. അവർ ആദ്യം തന്നെ നമ്മുടെ ഷെയറുകൾ വിൽക്കും. ഇങ്ങനെയുള്ള ഷോർട്ട് ടേം ഷോക്കുകൾ ഏറ്റുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഒരു ലോങ് ടേം വെൽത്ത് ബിൽഡ് ചെയ്യാൻ സാധിക്കുക? അപ്പോൾ നമുക്ക് ഡീൽ ചെയ്യേണ്ടി വന്നേക്കാവുന്ന 7 മിസ്റ്റേക്കുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ. പക്ഷേ സ്മാർട്ടായ ഇൻവെസ്റ്റേഴ്സ് ഈ തെറ്റുകളെ മനസ്സിലാക്കാൻ വേണ്ടി സ്വന്തം എക്സ്പീരിയൻസിനായി കാത്തിരിക്കുകയല്ല ചെയ്യുക. അവർ ബെസ്റ്റ് ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ച് അന്വേഷിക്കും. എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ ഒഴിവാക്കണം എന്നതിനെക്കുറിച്ചുള്ള റിച്ച് ആൻഡ് ഡെൻസ് നോളേജ് വാറൻ ബഫറ്റ്, ചാർലി മങ്കർ, ജോൺ ടെമ്പിൾട്ടൺ, ഹൊവാർഡ് മാർക്സ് തുടങ്ങിയ മികച്ച ലോങ് ടേം ട്രാക്ക് റെക്കോർഡുള്ള പ്രശസ്തരായ ആളുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു സീരിയസ് ഇൻവെസ്റ്റർ ആണ് നമ്മളെങ്കിൽ അവരിൽ നിന്നൊക്കെ പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് ജേണിക്കിടയിൽ ഈ തെറ്റുകൾ വരുത്താതിരിക്കാൻ ഇനി നിങ്ങൾക്ക് കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് പ്രസ് ദ ബെൽ ഐക്കൺ ഫോർ മോർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ്. നമ്മുടെ ഈ ചാനലിലുള്ള എല്ലാ വീഡിയോസും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഈ വീഡിയോകളിൽ നമ്മൾ എന്തെങ്കിലും വാങ്ങാനോ വിൽക്കാനോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നത് വിപണിയിലെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.